ഗാസയിൽ ഹമാസിനെതിരെ അതിരൂക്ഷമായ പ്രതിഷേധമാണ് പാലസ്തീൻ ജനത ഉയർത്തുന്നത്. കഴിഞ്ഞയാഴ്ച തുടർച്ചയായ ദിവസങ്ങളിൽ ഹമാസിനെതിരെയുള്ള പ്രകടനങ്ങളും ഹമാസിനെതിരെയുള്ള ബാനറുകളും പാലസ്തീൻ ജനത പ്രകടിപ്പിച്ചുവെങ്കിൽ അതിനു പിന്നാലെ ഹമാസിന്റെ പ്രതികാര നടപടി ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. കഴിഞ്ഞയാഴ്ച നടന്ന ഹമാസ് വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത 22 വയസ്സുള്ള പാലസ്തീൻ യുവാവിനെ ഹമാസിന്റെ ഭീകരന്മാർ പീഡിപ്പിച്ചു കൊന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പാലസ്തീൻ സ്വദേശിയായ ഒഡൈ നാസർ അൽ റബായുടെ മൃതശരീരം അദ്ദേഹത്തിന്റെ വീടിനു മുന്നിൽ ഉപേക്ഷിച്ചു. അൽ റബയെ വീടിന് സമീപം നിന്ന് ഹമാസിന്റെ ഭീകരന്മാർ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് അവരുടെ കസ്റ്റഡിയിൽ വെച്ച് അതിക്രൂരമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തി. പിന്നാലെ മൃതശരീരം വീടിനു മുന്നിൽ ഉപേക്ഷിച്ച ഹമാസ് ഭീകരന്മാർ കടന്നുകളഞ്ഞു എന്നാണ് ഇപ്പോൾ അൽ റബയുടെ കുടുംബം ആരോപിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറിലാണ് അൽ റബയുടെ മൃതശരീരം സംസ്കരിച്ചത്. അതിന് പിന്നാലെ ഡസൻ കണക്കിന് 100 കണക്കിന് പാലസ്തീനികൾ വലിയ പ്ലക്കാർഡുകളുമേന്തി തെരുവുകളിൽ പ്രതിഷേധം നടത്തുന്നുണ്ട് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഹമാസിന്റെ ഭീകരന്മാർ ഗാസ വിട്ടുപോവുക, ഗാസയുടെ മണ്ണിൽ ഇനി ഹമാസിന്റെ ഭീകരന്മാർക്ക് സ്ഥാനമില്ല, ഹമാസിന്റെ കൊടും കുറ്റവാളികളായ കൊടും ഭീകരന്മാർ ഗാസ വിട്ട് എത്രയും വേഗം പുറത്തു കടക്കുക എന്നാണ് ഇപ്പോൾ പാലസ്തീൻ ജനത ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, ഗാസയിൽ ഹമാസ് എന്ന ഭീകര സംഘടനയെ ഒരു കാലത്ത് വളർത്തിയത് പാലസ്തീനികളാണ്. പാലസ്തീനികളുടെ അനുഗ്രഹത്തോടുകൂടി, പാലസ്തീനികളുടെ ഇഷ്ടത്തോടുകൂടി പാലസ്തീനികൾ വളവും നൽകി വളർത്തിയ ഒരു ഭീകര സംഘടനയാണ് ഹമാസ്. പിന്നീട് ഹമാസ് ഗാസ അടക്കി ഭരിച്ചു. ഗാസയുടെ ഭരണ നിയന്ത്രണം ഹമാസ് ഏറ്റെടുത്തു. അപ്പോഴും പാലസ്തീനുകൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നാലെ ഇസ്രായേലിന് നേരെ നടത്തിയതുപോലെയുള്ള അതിക്രമങ്ങൾ അത് സ്വന്തം ജനതയ്ക്ക് നേരെയും ഹമാസ് നടത്താൻ ആരംഭിച്ചു. ഈ ഘട്ടത്തിലാണ് പാലസ്തീനികൾക്ക് ഹമാസിന്റെ തനിനിറം ബോധ്യപ്പെട്ടത്. അതിന് പിന്നാലെ ഒക്ടോബർ 23 സംഭവിക്കുന്നു. ഒക്ടോബർ 23 ശേഷം ഗാസയിലേക്ക് ഇസ്രായേലിന്റെ അതിരൂക്ഷമായ ആക്രമണം ഉണ്ടാകുന്നു. ഇസ്രായേലി സേന ഗാസയിലേക്ക് ഇരമ്പിക്കയറുന്നു. ഗാസയുടെ നിയന്ത്രണം പിടിക്കുന്നു. ഹമാസിന്റെ ഭീകരവാദികൾ ഓടി ഒളിച്ച് മാളങ്ങളിൽ ഒളിക്കുന്നു. ഭൂഗർഭ രഹസ്യ തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുന്നു. 15-16 മാസക്കാലം നീണ്ട യുദ്ധത്തിനൊടുവിൽ താൽക്കാലിക വെടിനിർത്തൽ സാധ്യമാകുന്നു. ഈ ഘട്ടത്തിൽ ഇസ്രായേലി സേന പിൻവാങ്ങുന്നു. 6-7 ആഴ്ചക്കാലം നീണ്ട വെടിനിർത്തൽ കാലയളവിനുള്ളിൽ വീണ്ടും ഹമാസിന്റെ ഭീകരന്മാർ ഗാസ തെരുവുകളിലേക്ക് എത്തുകയാണ്. അപ്പോഴാണ് ഗാസക്കാർക്ക് മനസ്സിലായത് 10-15 മാസക്കാലം എത്രത്തോളം സമാധാനപരമായിട്ടാണ് തങ്ങൾ ഗാസയിൽ അധിവസിച്ചത് എന്നുള്ളത്. അതിനുശേഷം ഗാസക്കാർ ഒരു തീരുമാനമെടുക്കുന്നു. ഹമാസ് എന്നേക്കുമായി ഗാസ വിട്ടുപോകണം. ഹമാസ് എന്ന ഭീകര സംഘടന ഗാസയിൽ തങ്ങൾക്കൊപ്പമുണ്ടെങ്കിൽ തങ്ങൾക്ക് ഒരു കാലത്തും ഇതിൽ നിന്ന് മുക്തമാവാൻ കഴിയില്ല. തങ്ങൾക്ക് നേരെ ഇസ്രായേൽ സേന ആക്രമണം നടത്തിക്കൊണ്ടിരിക്കും. ഹമാസ് ഗാസയിൽ നിന്നുകൊണ്ട് ഇസ്രായേലിന് നേരെ പ്രകോപനം സൃഷ്ടിക്കും. ആ പ്രകോപനത്തിന് ഇസ്രായേൽ ശക്തമായ തിരിച്ചടി തന്നെ നൽകും. അതൊരിക്കലും സമാധാനപരമായ ഒരു ജീവിതം ഗാസയിൽ സാധ്യമാക്കില്ല എന്നുള്ള തിരിച്ചറിവ് ഗാസക്കാർക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഹമാസ് പുറത്തു കടക്കണമെന്നുള്ള വലിയ പ്രക്ഷോഭങ്ങൾ ഗാസയിൽ അങ്ങോളം ഇങ്ങോളം അരങ്ങേറിയത്. പ്രത്യേകിച്ച് ഖാൻ യൂനിസ്, ജബാലി അടക്കമുള്ള മേഖലകളിൽ, ബെയ്ത്തൽ ലഹിയ തുടങ്ങിയ മേഖലകളിലാണ് 100 കണക്കിന് പാലസ്തീനികൾ തെരുവിലിറങ്ങി ഹമാസിന് നേരെ പ്ലക്കാർഡുകളുമേന്തി മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വലിയ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ഇതൊരിക്കലും ഹമാസ് ചിന്തിച്ചിരുന്നത് പോലുമില്ല. കാരണം കഴിഞ്ഞ 2-3 പതിറ്റാണ്ടിനിടയിൽ ആദ്യമായിട്ടാണ് ഗാസാവാസികൾ ഹമാസിനെതിരെ പ്രതിഷേധം ഉയർത്തുകയോ ഒരു വാക്ക് ഉരിയാടുകയോ പോലും ചെയ്യുന്നത്. ഇത് അക്ഷരാർത്ഥത്തിൽ ഹമാസിനെ ഞെട്ടിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഗാസയിലെ പാലസ്തീനികളെ ഭീതിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് 22കാരനായ ചെറുപ്പക്കാരനെ തട്ടിക്കൊണ്ടുപോവുകയും അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ആ ചെറുപ്പക്കാരന്റെ സംസ്കാര ചടങ്ങുകൾക്ക് പിന്നാലെ വീണ്ടും ഗാസയുടെ തെരുവുകളിൽ പ്രതിഷേധം അലയടിക്കുകയാണ്. ഹമാസ് ഗാസ വിട്ടു പോകണമെന്നാണ് പാലസ്തീൻ ജനത ഒന്നടങ്കം ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും.